പ്രിയമുള്ളവരെ, നമ്മൾ ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച സമരം ഇന്നലെ 6 മാസം പൂർത്തിയായിരിക്കുകയാണ്. ഈ സമരത്തോടനുബന്ധിച്ച് നമ്മൾ ഉയർത്തിയ ഡിമാൻഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളായ ഓണറേറിയം വർധനവും വിരമിക്കലാനുകൂല്യവും സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനമെടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ മാർച്ച് 4 കേന്ദ്ര ആരോഗ്യമന്ത്രി NHM ഒഫീഷ്യൽസ് ദേശീയ തലത്തിൽ നടത്തിയ ഒരു മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീ NK പ്രേമചന്ദ്രൻ MP കൊടുത്ത മറുപടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1500 രൂപ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫിക്സഡ് ഇൻസെൻറ്റീവിൻ്റെ കൂടെ 1500 രൂപയുടെ വർധനവും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ദീർഘനാളത്തെ സമരത്തിനിടയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടടക്കം ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം എല്ലാ ആളുകളും, ഇവിടുത്തെ മന്ത്രിമാരും മറ്റ് ഇടത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങളും വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കേന്ദ്ര വർധനവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല, ഞങ്ങൾക്ക് അതറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് കേന്ദ്രം അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് ആശാ വർക്കർമാർക്ക് തരേണ്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പിൻ്റെയും ഉത്തരവാദിത്തമാണ്. ആശാ വർക്കർമാരല്ല കേന്ദ്രത്തിൽ പോയി ആ ഉത്തരവ് നേടിയെടുത്തുകൊണ്ട് വരേണ്ടുന്നത്, മറിച്ച് സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ കേന്ദ്ര സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് NHMൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം പാർലമെൻറ്റിലടക്കം ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വയ്ക്കുകയും ഈ തീരുമാനങ്ങൾ പട്ടിക ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഓരോ വർക്കിനും ഉള്ള ഇൻസെൻറ്റീവുകൾ പലതും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇതുവരെ ഇല്ലാതിരുന്ന പല ജോലികൾക്കും ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ തന്നെയാണ് ആ തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും വ്യക്തമായ ഒരു തീരുമാനം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും NHMൻ്റെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ വീണ്ടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ആശാ വർക്കർമാർക്ക് ചികിത്സാ ധനസഹായമടക്കം അപകട ധനസഹായമടക്കം അപകടത്തിൽ മരിക്കുന്ന ആളുകൾക്കുള്ള ധനസഹായമടക്കം നിരവധി പദ്ധതികൾ ആ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും വളരെ ആശ്വാസം നൽകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിതമായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 45 ദിവസം നീണ്ടുനിന്ന രാപകൽ സമരയാത്രയ്ക്ക് ശേഷം പഞ്ചായത്തുകളിൽ 1000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനം താഴെ തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആശാ വർക്കർമാർക്ക് ആ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർധനവ് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കൈക്കൊള്ളാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ മാസം 20-ാം തീയതി NHM ഡയറക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക ഞങ്ങളുടെ അടിസ്ഥാനപരമായ ഡിമാൻഡാണ്. ഇൻസെൻറ്റീവ് വർധന ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ഉടനടി നടപ്പിലാക്കുക, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഉത്സവ ബത്ത 10,000 രൂപ നൽകുക. ഇൻസെൻറ്റീവിൽ മാനദണ്ഡം ഉൾപ്പെടുത്തി ഓണറേറിയം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക. പിടിച്ചുവച്ച തുക ഉടനടി വിതരണം ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി തവണ NHM ഡയറക്ടറേറ്റിൽ പരാതി കൊടുക്കുകയും ലിസ്റ്റ് കൊടുക്കുകയും
ഈ സമരത്തെ തുടർന്ന് സർക്കാർ നിശ്ചയിച്ച കമ്മിറ്റിയുടെ മുമ്പാകെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി. കാരണം 20 രൂപയും 30 രൂപയും കുറഞ്ഞതിൻ്റെ പേരിൽ 3500 രൂപ വെട്ടിക്കുറയ്ക്കുന്ന നടപടി ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിച്ച് ഈ ലഭിക്കാതിരുന്ന തുക അത് കിട്ടേണ്ടുന്നവർക്ക് ഉടനടി ലഭ്യമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി ആശമാരുടെ ജീവിതത്തിൽ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഏപ്രിൽ 4-ന് മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഞങ്ങൾ മാത്രമല്ല CITU INTUC അടക്കം എല്ലാ യൂണിയനുകളും ഓണറേറിയത്തിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന മാനദണ്ഡം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്യാം എന്ന് മന്ത്രി വാക്ക് തരികയും ചെയ്തതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസമായി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓണറേറിയം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3500 രൂപ വെച്ച് വലിയൊരു കുറേയധികം ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 10-ന് നമ്മൾ സമരം ആരംഭിച്ചിട്ട് അന്ന് വരെ വർക്ക് ചെയ്തത്, നമ്മൾ 20-നാണ് പണിമുടക്ക് ആരംഭിച്ചത്. ആ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് വരെ വർക്ക് ചെയ്തു. അതിൻ്റെ എല്ലാ റിപ്പോർട്ടും എടുത്തിട്ട് ആ മാസത്തെ വേതനം തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് നൽകണമെന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ്. അതുപോലെ തന്നെ 10 വർഷം പൂർത്തീകരിച്ച് വിരമിച്ച എല്ലാ ആശമാർക്കും അർഹതപ്പെട്ട വിരമിക്കൽ ആനുകൂല്യം 20,000 രൂപ നൽകുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം 50,000-ആയി വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിച്ചു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. അപ്പോൾ അതിന് മുൻപ് തന്നെ 20,000 രൂപ 10 വർഷം പൂർത്തീകരിച്ച ആശാവർക്കർമാർക്ക് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് വിവരാവകാശം അനുസരിച്ച് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി ഇതുവരെ അങ്ങനെ ഒരാളും ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു ആനുകൂല്യം ആശാവർക്കർമാർക്ക് ലഭ്യമാണ് എന്നുള്ളത് സംസ്ഥാന NHMO അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഇതുവരെ അത് പറയുകയോ അത് ആശമാർക്ക് 30,000 ആശമാരുള്ളിടത്താണ് ഇപ്പോൾ 26,125 ആശമാർ പ്രവർത്തിക്കുന്നത്. ഇതിനിടയിൽ 4,000-ഓളം ആശമാർ പിരിഞ്ഞു പോയിട്ടുണ്ട് പല കാരണങ്ങളാൽ. അപ്പോൾ ആ പിരിഞ്ഞു പോയ ആളുകൾക്ക് ഈ 20,000 രൂപ കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ അത് പുറത്ത് ഇത് ലഭിക്കേണ്ടുന്ന ആളുകൾക്ക് അവരുടെ അറിവിലേക്ക് ഇത് വരാതിരിക്കുകയും എത്തിക്കുന്നതിനുള്ള നടപടി എടുക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ടാണ് 20,000 രൂപ ഈ പിരിഞ്ഞു പോയ പലർക്കും കിട്ടാതെ പോയത്. അതുകൊണ്ട് ആ അർഹതപ്പെട്ടവർക്ക് ആ പണം കൊടുക്കണം. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച പണമാണ്. അതുപോലെ തന്നെയാണ് 2018 മുതൽ അപകട മരണം, സ്ഥിര അംഗവൈകല്യം എന്നിവർക്ക് 2 ലക്ഷം രൂപയുടെയും ഭാഗികമായ അംഗവൈകല്യത്തിന് 1 ലക്ഷം രൂപയുടെ ധനസഹായം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ അറിയാതെ പോയത് കാരണം അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും നൽകണം. അതുപോലെ തന്നെയാണ് ആശമാർക്കും കുടുംബാംഗങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ സ്കീമിൽ ഇപ്പോൾ പുതിയൊരു സ്കീം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ എല്ലാ ആശമാർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക. ഈ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ 20-ാം തീയതി NHM ഡയറക്ടറേറ്റിലേക്ക് നമ്മുടെ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനി മിനി പറയും. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു വർധനവ് വരുത്തി എന്നത് ഈ പുറംലോകം അറിയുന്നത് ബഹുമാന്യനായ ശ്രീ NK പ്രേമേന്ദ്രൻ MP പാർലമെൻറ്റിൻ്റെ ഈ സെഷനിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തെ തുടർന്ന് ലഭിച്ച മറുപടിയിലൂടെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് 25-ാം തീയതി അദ്ദേഹത്തിന് ലഭിക്കുന്ന മറുപടിക്ക് മുമ്പ് 22-ാം തീയതി തന്നെ ജോൺ ബ്രിട്ടാസിന് രാജ്യസഭയിൽ അദ്ദേഹം കൊടുത്ത ചോദ്യത്തിന്, അത് മറ്റൊരു ചോദ്യത്തിനാണ്, പക്ഷേ ആ ചോദ്യത്തിലൂടെ ഇത്തരമൊരു മറുപടി വളരെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ശ്രീ A റഹീം MPക്കും ഇതേപോലെ തന്നെ മറുപടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാർച്ച് 4-ന് നടത്തിയ മീറ്റിംഗ് ഏപ്രിൽ 22-ന് പുറത്തുവിട്ടിരിക്കുന്ന അതിൻ്റെ റാറ്റിഫൈ ചെയ്തുകൊണ്ട് പുറത്തുവിട്ടിരിക്കുന്ന അതിൻ്റെ ഈ രേഖ, പാർലമെൻറ്റിൽ MP-മാർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി, പാർലമെൻറ്റിൽ MP-മാർക്കൊരു മറുപടി കൊടുത്താൽ അത് വ്യാജമാണെന്ന് നമ്മുടെ നാട്ടിലെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരസമിതി കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു എന്ന് വ്യാജ വാർത്ത പടച്ചുവിടുന്നു. നമുക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് പത്രങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ വ്യാജ വാർത്ത കൊടുക്കുന്ന പത്രങ്ങളുണ്ട്. അത് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അവരുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പത്രമായതുകൊണ്ട് അത് ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു, വിരമിക്കുന്ന ആശമാരുടെ അവർക്ക് നൽകുന്ന സഹായം 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു.
ആർക്ക് ലഭിച്ചു 20,000 രൂപ? ഏതാണ്ട് 30,000-ത്തിലേറെ ഉണ്ടായിരുന്ന ആശമാരിൽ ഒരു 10,000-ത്തിലേറെ ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് കോവിഡ് വരുമ്പോഴാണ് പിന്നെ ഒരു 10,000 ആശമാരെ പുതുതായി നിയമിക്കുന്നത്. അതായത് ഒരു 10 വർഷം പൂർത്തിയായത് 2008-ൽ ഈ പദ്ധതി തുടങ്ങുമ്പോൾ ജോയിൻ ചെയ്ത ആശമാർ 10 വർഷം പൂർത്തിയായി ഇറങ്ങുന്നത് ഈ ഗവൺമെൻറ് ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് 10 വർഷം പൂർത്തിയായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6-7 വർഷമായി പിരിഞ്ഞു പോയ ഒരാൾക്കും 10 പൈസ കൊടുത്തിട്ടില്ല. അത് സംബന്ധിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് വിവരാവകാശ പ്രകാരം നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഒരാശയും അപേക്ഷ തന്നിട്ടില്ല എന്നാണ്. അങ്ങനെ 20,000 രൂപ പിരിഞ്ഞു പോകുന്ന ആശമാർക്കുള്ള 10 വർഷം സേവനം നടത്തി പിരിഞ്ഞു പോകുന്നവർക്ക് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന 20,000 രൂപ ആരും അപേക്ഷിച്ചിട്ടില്ല എന്നാണ് കൊടുത്തിരിക്കുന്ന മറുപടി. ആ രേഖയിലുണ്ടത്. അപ്പോൾ പിരിഞ്ഞു പോകുന്ന ആൾ പോയാണോ ഈ ഇത്തരം എന്തൊക്കെ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടുന്നത്? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വേണം. അത് ഏത് സംസ്ഥാന ഗവൺമെൻറ്റാണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ഭരിക്കുന്ന ഗവൺമെൻറ്റുകളാണ് അവരുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പിരിഞ്ഞു പോവുകയോ ഇത്തരം സന്ദർഭങ്ങൾ മറ്റ് ജീവഹാനി സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് തരം സഹായം കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അത് വാങ്ങിക്കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല, 10,000-കണക്കിന് ആളുകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ അപകട മരണം സംഭവിക്കുന്ന ആളുകൾക്ക് 2 ലക്ഷം രൂപ. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് എത്ര ആശമാരാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്? ഗുരുതരമായി പരിക്ക് പറ്റിയാലും ഉണ്ട് 2 ലക്ഷം രൂപ ചികിത്സാ സഹായം. കഴിഞ്ഞ ആഴ്ച മരിച്ചു കളമശ്ശേരിയിൽ ഒരു ആശാ വർക്കർ, കിഡ്നി ഫെയിലുവറായി അവർ മരിക്കുകയുണ്ടായി. അവർക്ക് എന്ത് ധനസഹായം കൊടുത്തു? 10 പൈസയുടെ സഹായം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഗുരുതരമായ കൃത്യവിലോപമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ, അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപയുണ്ട്. ഭാഗികമായ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുന്ന ആളുകൾക്ക് 3,000 രൂപ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. എപ്പോഴാണ്? 2018-ലാണെന്ന് ഓർക്കണം. 2018 മുതൽ ഈ കാര്യങ്ങൾ നിലവിലുണ്ട്. 3,000 രൂപ പെൻഷനിൽ 1,500 രൂപ കേന്ദ്ര ഗവൺമെൻറ്റും 1,500 രൂപ ആശമാരിൽ നിന്നും ഈടാക്കുന്നതുമായത്. അപ്പോൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അടിമുടി ദുരൂഹമായിരിക്കുന്നൊരു സാഹചര്യമാണ്. ഈ സമരം ഫെബ്രുവരി 10-ാം തീയതി ആരംഭിച്ച് മാർച്ച് മാസം നടക്കുന്ന 2ാമത്തെ ചർച്ചയിൽ ഞങ്ങൾ മന്ത്രിയെടുത്ത് പറഞ്ഞു, 2,000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഉണ്ട്. ഓരോ PHSകളിലും ഒരാശയ്ക്ക് മാത്രം 1,000 രൂപ, വെൽനസ് സെൻറ്റർ നടത്തുന്നതിന് 1,000 രൂപ. അത് ശരിയാകില്ല. ഒരു സെൻറ്ററിലെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് എല്ലാ ആളുകൾക്കും ലഭ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ലഭ്യമാക്കാം. പക്ഷേ ഈ ഓർഡർ പരിശോധിക്കുമ്പോൾ കാണുന്നു അങ്ങനെ 1,000 രൂപ മുഴുവൻ ആശമാർക്കും കൊടുക്കാൻ നേരത്തെ തന്നെ വ്യവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിലവിൽ ആശമാർക്ക് ലഭിക്കേണ്ടുന്ന പല സാമ്പത്തിക സഹായങ്ങളും ഇൻസെൻറ്റീവുകളും ഇവിടെ ലഭിച്ചിരുന്നില്ല, കൊടുത്തിരുന്നില്ല എന്ന് പറയുന്ന ഗുരുതരമായൊരു വിഷയം കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പത്രമാധ്യമങ്ങളോട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. വളരെ ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അടിയന്തരമായൊരു ഇടപെടൽ വേണം. സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട്, സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഉണർന്നുകൊണ്ട് ഈ ലഭ്യമാക്കേണ്ടുന്ന മുഴുവൻ വിഷയങ്ങളും നൽകണം. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് പുതിയ തീരുമാനമനുസരിച്ച് പറയുന്നത് ആശാവർക്കർമാർക്ക് യൂണിഫോം, ഐഡൻറ്റിറ്റി കാർഡ്, സൈക്കിൾ, മൊബൈൽ ഫോൺ, CUGCയും ആശാ ഡയറി, ഡ്രഗ് കിറ്റ്, ആശാ റെസ്റ്റ് റൂം ഇതടക്കം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഞങ്ങളുടെ ഡിമാൻഡിൽ ഞങ്ങൾ ഓരോ തവണയും ആവശ്യപ്പെടുന്നത് അടക്കമാണ്. കാരണം ഫീൽഡിൽ പോയി തിരിച്ച് മടങ്ങി അതത് സെൻറ്ററുകളിൽ വരുന്ന ആശമാർക്ക് ഇരിക്കാനൊരിടമില്ല, സ്വന്തമായി ഒരു റെസ്റ്റ് റൂമില്ല. അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. കുടിക്കാൻ കുടിവെള്ളം ലഭ്യമല്ല, അവർക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ചില വിഷയങ്ങൾ പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുക. സംസ്ഥാനങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആരോഗ്യം പോലുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയിക്കാം. അപ്പോൾ വളരെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ സർക്കുലറിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വ്യാഖ്യാനിക്കുന്നത്. മറ്റൊന്ന്, ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഇൻസെൻറ്റീവിന്, നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെൻറ്റീവിന്
സംസ്ഥാന സർക്കാർ മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ 7000 രൂപ എന്ന് പറയുന്ന വളരെ തുച്ഛമായ 233 രൂപ ഒരു ദിവസം എന്ന് പറയുന്ന ഓണറേറിയം 3500 രൂപയായി 116 രൂപയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇത് എന്തുതരം രാജ്യമാണ് നമ്മൾ ആലോചിക്കുകയാണ്. ജനങ്ങൾക്ക് കൊടുക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വളരെ തുച്ഛമായ പൈസ അതെങ്ങനെ വെട്ടിക്കുറയ്ക്കാം? കഴിഞ്ഞ 3 മാസം കൊണ്ട് ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസങ്ങളിൽ ഇത്തരത്തിൽ വലിയൊരു വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെമ്പാടും. അത് 500 രൂപ പെർഫോമൻസ് ഇൻസെൻറ്റീവ്. നമ്മൾ വളരെ വിചിത്രമാണ്, ഇതിൻ്റെ രേഖകൾ പരിശോധിക്കണം. നമുക്ക് അത്ഭുതം തോന്നും. ഇത്രമേൽ കുത്തഴിഞ്ഞുകൊണ്ടാണ്, കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പോൾ ഇത് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ എന്താണ് സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആശാ യൂണിയൻ പറയുന്നത്, ഞങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിടുന്നു, ഇങ്ങനെ ഒന്നും നൽകിയിട്ടേ ഇല്ല, പ്രഖ്യാപിച്ചിട്ടേ ഇല്ല, പാർലമെന്റിൽ പറയുന്ന രേഖകളെല്ലാം വ്യാജമാണെന്ന് പറയുകയാണ്. അവരെന്താണ് അവർ ക്ലെയിം ചെയ്യുന്നത് അവരുടെ കയ്യിലാണ് 21,000 ആശമാരാണെന്ന്. അങ്ങനെയാണെങ്കിൽ 21,000 ആശമാർക്കെങ്കിലും ഈ അവകാശം വാങ്ങിച്ചു കൊടുത്തൂടെ അവർക്ക്? കേന്ദ്ര ഗവൺമെൻറ് നൽകുമെന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഉത്തരവാദിത്വം വേണ്ടേ? അതിന് ആശമാരല്ല ഡൽഹിക്ക് പോകേണ്ടുന്നത്, മറിച്ച് സംസ്ഥാനം പോകണം. സംസ്ഥാനം നിയോഗിച്ചിരിക്കുന്ന MP-മാർ അതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികൾ എടുക്കണം. ഒപ്പം തന്നെ KV തോമസ് എന്ന് പറയുന്ന ഒരു മാന്യദേഹം അവിടെ ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കേന്ദ്രം ഉത്തരവിറക്കിയില്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം നീക്കുക എന്ന് പറയുന്നതിന് അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നാട്ടുകാരുടെ നികുതി പണത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ അവിടെ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് ലഭ്യമാക്കണം. ഇന്ന് രാവിലെയും NK പ്രേമേന്ദ്രൻ MP സാർ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ മീറ്റിംഗ് നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ചെയർമാനായിട്ടാണ് ഈ മീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പങ്കെടുത്ത മീറ്റിംഗാണ്. ആ മീറ്റിംഗിൻ്റെ ഭാഗമായി വന്ന തീരുമാനം തന്നെയാണ്. ഇന്നലെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം സംസാരിച്ചു. കേരളത്തിൽ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തി. അതൊന്നും ശരിയല്ല. കേന്ദ്ര ഗവൺമെൻറ് 18 വർഷങ്ങൾക്ക് ശേഷം ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു നേരിയ വർധനവാണ്. 2000 രൂപ എന്ന് പറയുന്ന ഫിക്സഡ് ഓണറേറിയം ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് 3500 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. മറ്റ് ചില ജോലികൾക്ക് ചെറിയ ചെറിയ വർധനവുകൾ വരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക്, സേവനം പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് 50,000 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നൽകാനും ബാക്കി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആവശ്യാനുസരണം നിങ്ങളുടെ പണിയെടുക്കുന്ന ആളുകളുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ്, കുടുംബത്തിൻ്റെ ഇൻഷുറൻസ്, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നടപ്പിലാക്കണം. ഒരു കാര്യം കൂടി, ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഇത്തരം മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇവിടെ ആശമാർക്ക് കൊടുക്കണമെങ്കിൽ നിലവിലുള്ള അവരുടെ ശമ്പളം, അവരുടെ വേതനം എൻട്രി ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് ഇതുവരെ ചേഞ്ച് ചെയ്യാൻ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതിൽ പറയുന്നത് ജൂലൈ മുതൽ ഈ ഇൻസെൻറ്റീവ് വർധന വരുത്തണം എന്നാണ് ഈ ഓർഡറിൽ പറയുന്നത്. ഈ സർക്കുലറിൽ പറയുന്നത് ജൂലൈ മുതൽ 2025 ജൂലൈ മുതൽ അത് പ്രാവർത്തികമാക്കണമെന്നാണ്. അതിനകത്ത് വ്യക്തമായി ഓരോ പെർഫോമൻസിൻ്റെയും പ്രത്യേകം കോളം തിരിച്ച് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്ന അവസാനിപ്പിക്കണം. ഈ സമരത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ മതിയാക്കണം. കാരണം 6 മാസം പിന്നിട്ടിരിക്കുന്നു. കേരളത്തിലെ തെരുവോരത്ത് സ്ത്രീ തൊഴിലാളികൾ കൂലി വർധനവിന് വേണ്ടി മാന്യമായി ജീവിക്കുവാനുള്ളൊരു സമരം നടത്തുകയാണ്. ലോകത്തിൻ്റെ മുന്നിൽ ചെന്ന് എന്ത് തരം കപട വാചകങ്ങൾ കസർത്തടിച്ചിട്ടും കാര്യമില്ല. ഇത് ഈ സമരത്തിൻ്റെ ഫലമായി ഞങ്ങളോട് കേന്ദ്രത്തിൽ പോകണമെന്ന് ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞു. പക്ഷേ ഈ സംസ്ഥാനത്ത് സമരം ചെയ്തുകൊണ്ട് ഈ രാജ്യം മുഴുവൻ ആശാപ്രവർത്തകർക്ക് വേണ്ടുന്ന ഒരു വർധനമാണിത് വരുത്തിയിരിക്കുന്നത്. ഇത് നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി തയ്യാറാകണം. അത് ഇതുവരെയും ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ 20-ാം തീയതി NHM ഓഫീസിലേക്കൊരു മാർച്ച് വെച്ചിരിക്കുന്നത്. മുഴുവൻ ആശമാരും ഈ തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് ഈ മാർച്ചിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുവാനുള്ള കഴിഞ്ഞ 2 തവണയും വലിയ പരിപാടികൾ വെച്ചപ്പോൾ സംസ്ഥാനമെമ്പാടും ട്രെയിനിങ് വെച്ചുകൊണ്ട് തലേദിവസം അർദ്ധരാത്രിയിൽ ട്രെയിനിങ് പ്രഖ്യാപിച്ച് ബസ് ബുക്ക് ചെയ്ത ബസ്സിൻ്റെ ഉടമകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസുകാർ PHSകളിൽ ചെന്ന് വിരട്ടിക്കൊണ്ട് ആശമാരെ ഇവിടെ വരാതാക്കുവാനുള്ള വലിയ പരിശ്രമം നടത്തി. ഇത്തവണ അത്തരം പരിശ്രമങ്ങൾ നടത്തിയാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ജീവിക്കുവാൻ വേണ്ടി, അന്തസ്സായി ജീവിക്കുവാൻ വേണ്ടി ആശാവർക്കർമാർ, സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഈ സമരം
ഒരു വിജയത്തോടു കൂടി മാത്രമേ പരിസമാപിക്കുകയുള്ളൂ. അത്തരം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് NHM ഓഫീസ് മാർച്ചും ഞങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ഈ ലെറ്റർ വെച്ചിട്ടാണെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ചിൽ ആണ് 20,000-ൽ നിന്ന് 50,000-ലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഈ 20,000 നിലവിൽ വന്ന ഏത് വർഷം? 2018-ലാണോ? 2018 കേന്ദ്രം 20,000 രൂപ വെച്ച് നൽകണമെന്ന് പാസ്സാക്കിയിട്ടുണ്ട്. ആ തുക ഇതുവരെ ഒരു ആശമാർക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ഈ പറയുന്ന ഇൻഷുറൻസും ബാക്കി കിറ്റും ഇതെല്ലാം 2018 പാസ്സാക്കിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവരാവകാശ രേഖയല്ലാതെ ഏതെങ്കിലും രീതി ഇത്തരം ആനുകൂല്യങ്ങൾ NHM-ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്? ഇത്തരം ഈ വിവരാവകാശ രേഖ കൊടുത്തതല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? ഞങ്ങൾ ഓരോ തവണ NHM-ന്റെ ഉദ്യോഗസ്ഥരുമായി ഓരോ വിഷയം സംസാരിക്കുമ്പോഴും അവർക്കൊരു കാര്യവും അറിയില്ല. അവർ പറയുന്നതെല്ലാം ആരോഗ്യ വകുപ്പാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല. കാരണം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും NHM-ന്റെ പേരിൽ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്, ചില നടപടികൾ വന്നിട്ടുണ്ട്. ഞങ്ങളത് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. ഇതോട്ടൊന്നും അവർക്കറിയില്ല. പക്ഷേ NHM കൊടുത്തിരിക്കുന്ന വിവരാവകാശ രേഖയാണിത്. 18/7 ഈ ജൂലൈ മാസം കൊടുത്തിരിക്കുന്ന രേഖയാണ്. ഇതുവരെ ആരും അപേക്ഷിച്ചിട്ടില്ല. ഇവിടെ ഒരു ജോലി എടുക്കുന്ന ആൾ പിരിഞ്ഞു പോകുമ്പോൾ അയാൾ പോയിട്ടാണോ എന്തൊക്കെ എനിക്ക് ആനുകൂല്യങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നത്? ഒരിക്കലുമല്ല. 2018-ൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഒരാൾ ഒരു ആശാ സേവനം മതിയാക്കിയാൽ അവർ മതിയാക്കുന്നുവെന്ന് അതത് സെൻറ്ററുകളിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് പുതിയ ആളെ അവിടെ നിയമിക്കുന്നത്. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, ആനുകൂല്യങ്ങൾ നിലവിലുണ്ടോ, അത് കൊടുക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥരാണ്. അതിനാണ് ക്ലർക്കുമാരിരിക്കുന്നത്, അതിനാണ് മറ്റു ഉദ്യോഗസ്ഥരിരിക്കുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്. അത് അവർ ചെയ്യേണ്ട ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. ഇയാൾക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇയാളുടെ സേവന കാലയളവ് ഇയാൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാറില്ലേ? ഏതൊരാളും സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു സർവീസ് ബുക്ക് സാധാരണഗതിയിൽ ഗവൺമെൻറ് ജീവനക്കാർക്കുണ്ടാകും. പക്ഷേ ഇവർ സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിലാണെങ്കിൽ പോലും ഇവരെല്ലാവരും 2008 മുതൽ ഈ NHM-ന്റെ ഔദ്യോഗിക സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവരും NHM കൊടുക്കുന്ന വേതനം NHM-ന്റെ അക്കൗണ്ട് വഴി ബാങ്ക് വഴി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. ഇവർ അവിടെ രേഖകളിലുള്ള ആളുകളാണ്. അത് കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ എങ്ങനെയാണ് അറിയുന്നത്? NK പ്രേമചന്ദ്രൻ കൊണ്ടുവരുന്ന, ജോൺ ബ്രിട്ടാസ് പുറത്തുവിട്ടില്ല, NK പ്രേമചന്ദ്രൻ കൊണ്ടുവരുന്ന ഈ രേഖയിലൂടെയാണ് 20,000 രൂപ ഉണ്ടായതായി അറിയുന്നത്. പലപ്പോഴും ആശമാർ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ, അവർ മരിക്കുമ്പോൾ, ഞങ്ങളവരുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയേറെ പരിതാപകരമായ സാഹചര്യത്തിൽ എങ്ങനെ സഹായിക്കാം. ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കാറുണ്ട്, ഒന്നുമില്ല, ആശമാർക്കൊരാനുകൂല്യവുമില്ല, നിങ്ങൾ വോളണ്ടിയറാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ മടക്കി വിടുന്നത്. ഇല്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഇല്ലാത്ത രേഖ തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്കുള്ള രേഖയിലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത്, ആറ്റിങ്ങിലുള്ള ശ്രീ മനു എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം നടത്തിയ വളരെ അശ്രാന്ത പരിശ്രമത്തിൽ നടത്തിയ ഒരു ഇതിലൂടെയാണ്. അദ്ദേഹം പാർലമെൻറ്റിലാണ് ചോദിച്ചത്. ആ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കമ്മീഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തു. അവിടെ നിന്ന് സംസ്ഥാന ഹെൽത്ത് മിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ പല കൈവഴി മറിഞ്ഞിട്ടാണ് ഈ സംസ്ഥാനത്ത് ഈ മറുപടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദുരൂഹമാണ് ഇതിൻ്റെ സാഹചര്യം. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങളൊക്കെ ആശമാർക്കുണ്ട്. അതൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നിൻ്റെയും രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ് വളരെ വിചിത്രം. എന്ത് പോയി ചോദിച്ചാലും രേഖ ലഭ്യമല്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഇനിയും ഇങ്ങനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരുപാട് ആശമാരുണ്ടല്ലോ, പറയുവാണെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അത് ലഭ്യമാക്കാൻ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുന്ന പരാതി കൊടുക്കുന്നുണ്ടോ? ഇതിന് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ പിരിഞ്ഞു പോയവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും അതിൻ്റെ കണക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശേഖരിച്ച് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുത്ത് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ NHM-ന് പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ NHM-ന് പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നടപ്പിലാക്കാത്തത് മൂലം? ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്ത് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും അത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുക്കും. പിന്നെ അതല്ലാതെ ഫെബ്രുവരി മാസത്തെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് വേതനം ലഭ്യമായിട്ടില്ല കുറേയധികം ആശമാർക്ക്. അതിൻ്റെ ലിസ്റ്റ് നമ്മൾ കൊടുത്ത് അത് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓണറേറിയത്തിൽ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവിൽ ക്രൈറ്റീരിയ കൊണ്ടുവന്നുകൊണ്ടുള്ളത്
അതിലൂടെ 3500 രൂപ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജില്ലാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലഭ്യമാക്കണമെന്ന് നമ്മൾ കമ്മീഷൻ്റെ അടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 50,000 രൂപ എന്ന് പറയുന്നത് ശരിക്കും ഒരു വിരമിക്കൽ ആനുകൂല്യമാണല്ലോ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ആവശ്യപ്പെടുന്നുണ്ട്. ഈ തുകയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ തുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ 5 ലക്ഷം തരണം എന്നുള്ള? ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോടാണ് ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. വിരമിക്കൽ ആനുകൂല്യം, വിരമിക്കൽ പ്രായം നിശ്ചയിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതും സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ വിരമിക്കൽ പ്രായമായി അവർ 65 വയസ്സ് വെച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ വിരമിക്കുന്ന ആശമാർക്ക് നൽകുന്നുമുണ്ട്. ഇത് നൽകി തുടങ്ങി. ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത് നൽകിയില്ല എന്നാണ്, പക്ഷേ നൽകിയ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് 5 ലക്ഷം എന്ന് പറഞ്ഞൊരു തുകയാണോ? നമ്മൾ ആലോചിച്ച് നോക്കുക. 18 വർഷം സേവനം അനുഷ്ഠിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ 2000 3000 ഇപ്പോഴല്ലേ 7000 രൂപയായത്. അതുപോലും കിട്ടിത്തുടങ്ങിയത് ഈ ഫെബ്രുവരി 10-ാം തീയതി സമരം ചെയ്തതിന് ശേഷമാണ് 7000 രൂപ ആശമാർക്ക് കിട്ടിത്തുടങ്ങിയത്. അതുവരെ മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡം പിൻവലിക്കുന്നത് ഞങ്ങൾ ഈ സമരത്തിനിടയിലാണ്. അപ്പോൾ മാനദണ്ഡം, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം പിൻവലിച്ച് 7000 രൂപയെ ഫിക്സ് ചെയ്തത് ഈ സമരത്തിന് ശേഷമാണ്. 1000 രൂപ ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സഡ് ഇൻസെൻറ്റീവായ 2000-ന് പുറമെ 1000 രൂപ കിട്ടുന്നത് ഏപ്രിൽ മാസം മുതലാണ്. ഞങ്ങളുടെ പ്രതിമാസ വേതനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ അതത് മാസം ഏതാണ്ട് കാലയളവ് കുറഞ്ഞു വന്ന് കിട്ടിത്തുടങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ്. ജോലിഭാരം എന്ന് പറയുന്നത് അതിഭീകരമായ ജോലിഭാരം കുറയ്ക്കുവാൻ, കാര്യമായ രീതിയിൽ കുറയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം വഴിയെ പോകുന്ന എല്ലാ പണിയും ആശമാരുടെ തലയിലേക്ക് വെച്ചുകൊണ്ടിരുന്നത് ഈ സമരത്തിന് ശേഷം ആശമാർക്ക് തിരിഞ്ഞത് ഞങ്ങളുടെ ജോലിയാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷത്തിൽ ആ ജോലിഭാരം കുറച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നേട്ടങ്ങൾ ഈ സമരമുഖത്ത് നിന്ന് ഞങ്ങൾ നേടിയിട്ടുണ്ട്. 62 വയസ്സിൽ ഏകപക്ഷീയമായി ഒരു പൈസ പോലും കൊടുക്കാതെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് ഞങ്ങളുടെ സമരം മൂലം പിൻവലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം നേട്ടങ്ങളുണ്ട്. പക്ഷേ വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയുന്നത് 5 ലക്ഷം ഏറ്റവും മിനിമമാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ 2.5 ദിവസം പണിയെടുത്താലേ ഒരു ആശാവർക്കർക്ക് 1 കിലോ വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ വിലക്കയറ്റമാണ്. അപ്പോൾ ഈ വിലക്കയറ്റത്തിൽ ഈ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വർധനവ്, മാന്യമായൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കണം. ഇപ്പോൾ ഈ നവംബർ മാസം മുതൽ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിലെ 26,000 വരുന്ന ആശമാരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അതിദരിദ്രരാണ്. നിങ്ങൾ അവരെയും കൂടെ പരിഗണിച്ച് ദാരിദ്ര്യരേഖയുടെ മുകളിൽ എത്തിച്ചിട്ട് മാത്രമേ അത് പ്രഖ്യാപിക്കാവൂ എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അത് വിട്ടുപോയി. പെൻഷൻ സംബന്ധിച്ചൊരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3000 രൂപ. അതിൽ പകുതി കേന്ദ്ര ഗവൺമെൻറ്റും പകുതി ആശാവർക്കറും നൽകണമെന്നുള്ളതാണ്. അതിൻ്റെ തുകയെ സംബന്ധിച്ച് തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ സമരത്തിൻ്റെ വലിയൊരു വിജയമാണ്. 3000 രൂപയുടെ ഒരു പെൻഷൻ സ്കീം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, ഈ കഴിഞ്ഞ മീറ്റിങ്ങിലെ തീരുമാനമാണത്. സമരക്കാരുടെ നിങ്ങളുടെ തന്നെ 9 ആവശ്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെടുന്നവരും മറ്റ് യൂണിയനുകളൊക്കെ പറയുന്നത് നിങ്ങളുടെ 9 ആവശ്യത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമായി, ഒന്നാമത്തെ ആവശ്യമായി ഒരു ആവശ്യം ഉൾപ്പെടുത്തിയാൽ ബാക്കിയെല്ലാം പരിഹരിക്കപ്പെടും. അതായത് കേന്ദ്രത്തിൻ്റെ സ്കീമിൽ നിന്ന് എന്തുകൊണ്ട് ഇവരെ ജീവനക്കാരായി അംഗീകരിക്കുന്നില്ല? അതെന്താണ് നിങ്ങൾ ഈ സമരത്തിൻ്റെ ഒരു അജണ്ടയായി, ഒരു മുദ്രാവാക്യമായി ഉയർത്താത്തത്? നമ്മളെ ഫെബ്രുവരി 10-ന് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് കൃത്യമായ ഒരു മാസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ ഇവിടെ ഭരിക്കുകയാണ്. ഇതുവരെയും തൊഴിലാളി സർക്കാർ ഞങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാനോ അതിന് വേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം ജോലി ചെയ്ത കൂലി കറക്റ്റ് സമയത്തിനുള്ളിൽ തരിക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ വേതനത്തിന് മാനദണ്ഡം നിശ്ചയിച്ചത് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടത് കേരള സർക്കാർ നിവേദനം കൊടുത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ എന്തൊക്കെ നിയമങ്ങളാണ്, നിബന്ധനകളാണ് അതുള്ളതെന്ന്. അത് കൃത്യമായിട്ട് ചെയ്യാനുള്ളത് കേരളം ഭരിക്കുന്ന കേരള സർക്കാരാണ്, ഞങ്ങളല്ല. ഞങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പണിയെടുത്ത കൂലി കൃത്യമായ അവസരത്തിൽ കൃത്യമായ ദിവസത്തിൽ തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ആവശ്യം. അതോടൊപ്പം തന്നെ NHM എന്ന് പറയുന്ന സ്കീം അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ളിടത്തോളം കാലം പണിയെടുക്കാം
എന്നാ പറഞ്ഞത്. അവിടെ ഒരിക്കലും ഒരു വിരമിക്കൽ വയസ്സോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. വിരമിക്കൽ പ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ഈ തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ തന്നെയാണ് വിരമിക്കൽ പ്രായം നിശ്ചയിച്ചത്. അപ്പം ഈ രണ്ട് ഘട്ടങ്ങളിലും ഇത് ചെയ്യേണ്ടത് കേരള സർക്കാർ തന്നെയാണ്. ഈ ഓണറേറിയം കൃത്യമായി തരേണ്ടതും കേരള സർക്കാർ തന്നെയാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ കാലാവധി തീരുന്നതിന് മുൻപ് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ വേണ്ടുന്ന നടപടി കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് വെക്കാനുള്ളത് കേരള സർക്കാരാണ്. അതായത് പണിയെടുക്കുന്നവന് മനസ്സിലായി സാറ് പറയുന്നത് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ട് പിന്നെ മിനിമം വേതനം കൊടുക്കണം, ആ പോയിന്റ് അല്ലേ പറയുന്നത്? ആ അതെ. അതായത് ഈ സ്കീമിൽപ്പെട്ടവരെ തൊഴിലാളിയായി അംഗീകരിക്കണമെന്ന് കഴിഞ്ഞ 14 വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ 10 വർഷത്തെ ടേമും അതിന് മുമ്പുള്ള ടേമും ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ 15 വർഷമാകാൻ പോകുന്നത്. അതിനുള്ളിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്ത് നടപടി എടുത്തിട്ടുണ്ട് ഈ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിപ്പിക്കുന്നതിന്? അതിനു മുമ്പ് 42 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടിക്കാരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? പാചക തൊഴിലാളികളെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? തമിഴ്നാട് സർക്കാർ പാചക തൊഴിലാളികളെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് അവർക്ക് വേതനം കൊടുക്കുന്നത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ടുന്ന സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് തീരുമാനിച്ച് അംഗീകരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്താണ് പോയി ചോദിച്ച് അത് നേടിയെടുക്കേണ്ടുന്നതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിക്രമങ്ങൾ ഇതിനകം തൊഴിലാളി ആവശ്യപ്പെട്ടാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇടതുപക്ഷ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ആ സർക്കാർ ചെയ്യേണ്ടതാണത്. ഈ സ്ത്രീകളെ ഈ ഇത്രയും കാലം ഈ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെ ഈ ആരോഗ്യ സംവിധാനം ഇന്നും അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ സ്ത്രീകളെ, ഇത്രയും ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന ഈ സ്ത്രീകളെ തൊഴിലാളികളായി അംഗീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് ഇതുവരെ NHM-മായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ? നടത്തിയിട്ടുണ്ടോ? അപ്പൊ വേതനം കൂട്ടി ചോദിക്കുമ്പോൾ ഇതൊരു മുട്ടാന്യായമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. തൊഴിലാളിയായി അംഗീകരിച്ചിട്ട് വേതനം കൂട്ടി കിട്ടിയാൽ മതിയോ? ഈ 540 രൂപ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കേണ്ടപ്പോൾ, 1 കിലോ തേങ്ങയ്ക്ക് 100 രൂപ കൊടുക്കേണ്ടപ്പോൾ, 1 കിലോ അരിക്ക് 60 രൂപ 65 രൂപയും കൊടുക്കേണ്ടപ്പോൾ ഇനി ഏതെങ്കിലും കാലത്ത് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ട് ഇപ്പൊ തൊഴിലാളിയായി അംഗീകരിക്കാൻ പറഞ്ഞാൽ നാളെ ആ നടപടി നടക്കുമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മറിച്ച് ഇപ്പൊ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, അത് വർദ്ധിപ്പിച്ച് തരണം എന്നാവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നാവശ്യപ്പെടണം. തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് വേതനം കൂട്ടി ചോദിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾക്ക് എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാം. സ്കീം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സ്കീമുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം പ്രഖ്യാപിക്കും. കേന്ദ്രത്തിന്റെ സ്കീമാണ്. അത് എന്താണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും കൂടാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഇല്ല എന്ന് ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഉണ്ട്. ഞങ്ങൾ പാർലമെന്റ് ഞങ്ങളുടെ സമരത്തിൽ ആ ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് നടക്കുന്ന സമരത്തിൽ സാറേ ഞങ്ങൾ 2 തവണ പാർലമെന്റ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒരേ കാര്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പറയാം തീർച്ചയായിട്ടും പറയാം. ഇത് ഇല്ല, അത് NHM നടത്തേണ്ട കാര്യമല്ല. ഞങ്ങളുടെ NHM ഓഫീസ് മാർച്ചിൽ സംസ്ഥാന NHM അല്ല തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടുന്നത്. ഒന്ന്, ഞങ്ങൾ 2 പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി സംസ്ഥാനത്തെ ബജറ്റിൽ ആശാവർക്കർമാരുടെ വേതനത്തിൽ 1 രൂപ കൂട്ടാതിരുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച സമരമാണ്. ഞങ്ങൾക്ക് സുവ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലിരിക്കുന്നത് ഓണറേറിയം വർധനമാണ്. ജനുവരി 20-ാം തീയതി CITU ഇവിടെ ഒരു സമരം നടത്തി. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 15,000 രൂപ ഓണറേറിയം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. CITU പറഞ്ഞോ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം? ഇവിടെ വന്നിട്ട് പറഞ്ഞില്ല. ഞങ്ങളും അതേ പറഞ്ഞോളൂ. അപ്പം ഞങ്ങൾ പറയുമ്പോൾ CITU സമരം നടത്തുമ്പോൾ CITU സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ജനുവരി 20-ാം തീയതി നടത്തിയ സമരത്തിന് മുന്നിൽ ഓണറേറിയം 15,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ഫെബ്രുവരി 10-ാം തീയതി ഓണറേറിയം 21,000 രൂപ എന്ന് പറയുന്ന മിനിമം, അത് ഈ ഗവൺമെൻറ് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയ അത് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ പാർലമെൻറ്റിൽ പോയി ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ 2 തവണ ചോദിച്ചു. ഞങ്ങളിത് കഴിയുമ്പോൾ വീണ്ടും പോകും, ഞങ്ങൾ ചോദിക്കും. അത് ഒന്നാമത്തെ കാര്യം. 2, തൊഴിലാളി പോയി ഇത് നേടിക്കൊണ്ട് വരണം.
പിന്നെ എന്താണ് ഈ ഗവൺമെന്റിന്റെ പണി ഞങ്ങൾക്കറിയണം. ഈ ഗവൺമെന്റ് വന്നാൽ എന്തിനാണ് ഈ ഗവൺമെന്റ് അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ അവനവൻ പോയി സെക്രട്ടേറിയറ്റിലും അങ്ങ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പോയി അവിടെ പോയി നിന്ന് സമരം ചെയ്ത് വാങ്ങാനാണെങ്കിൽ ഇവിടെ വേറൊരു ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തിനാണ് കെ വി തോമസ് സാറിനെ ഇരുത്തിയിരിക്കുന്നത്? ഇവിടെ വീണ ജോർജ് 2 തവണ പോയില്ലേ, മുഖ്യമന്ത്രി പോയില്ലേ? ഈ ആവശ്യം വെച്ചോ? തൊഴിലാളിയാക്കണം, ഞങ്ങളുടെ ആശമാർ കഷ്ടപ്പെടുകയാണ്, രാജ്യത്തെ ആശാപ്രവർത്തകരെ തൊഴിലാളിയാക്കണം നിവേദനം കൊടുത്തോ? പുറത്തുവിട്. നിങ്ങൾ കൊടുത്തിട്ടില്ല. ഈ 8-9 വർഷവും കൊടുത്തിട്ടില്ല. പക്ഷെ സമരം ചെയ്യാൻ വരുമ്പോൾ സമരക്കാരെ നോക്കി കൊഞ്ഞനം കുത്തുകയും ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്തിട്ട് നിങ്ങളെ തൊഴിലാളിയാക്കണമെന്ന് പറഞ്ഞാൽ അത് ആ ഗൂഢാലോചനയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കൊടുക്കാൻ, അത് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സർക്കാർ മടി കാണിച്ചിട്ട് ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ വിജയിച്ചിട്ടില്ല കേട്ടോ, തൊഴിലാളി ആയാലേ നിങ്ങളുടെ സമരം വിജയിക്കുകയുള്ളൂ. ഇത് തീർച്ചയായും ഇത് ജനാധിപത്യ വിരുദ്ധമായൊരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി, കാരണം ഞങ്ങൾ ആശമാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആശമാരുടെ ജീവിത പ്രതിസന്ധിയിൽ നിന്നാണ് ഈ ഡിമാൻഡ് ഫ്രെയിം ചെയ്യുന്നത്. അല്ലാതെ മേൽത്തട്ടിലിരുന്ന് ആലോചിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാ യൂണിയനുകളെയും കൊണ്ടൊരു കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഒരു പരിപാടി എടുത്തു പോകുന്ന പരിപാടിയല്ല. ഈ 6 മാസം ഈ സമരം ഈ അതികഠിനമായ കാലാവസ്ഥയിലൂടെ ഇരിക്കുന്നെങ്കിൽ സ്ത്രീകൾക്ക് ചങ്കുറപ്പുണ്ട്. ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ചങ്കുറപ്പുണ്ട്. ഇത് ന്യായമായ ഡിമാൻഡാണ്. കേരളത്തിലെ ഒരാളും ഇത് ഇതുവരെ അന്യായമെന്ന് പറഞ്ഞിട്ടില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ഒരാൾ പോലും ഈ സംഘടന ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നേ വരെ ഒരു സംഘടനയും ആക്ഷേപിക്കാൻ പോയിട്ടില്ല, അധിക്ഷേപിക്കാൻ പോയിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ വർധനവ് അത് അടിയന്തരമായി നടപ്പിൽ വരുത്തി ജൂലൈ മാസം മുതൽ അത് എഫക്റ്റിൽ വരുമെന്നാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം ജൂലൈ മാസം മുതലുള്ള വേതനം ലഭിക്കണം. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഇൻസെൻറ്റീവിനകത്ത് നിബന്ധന വെക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു അധികാരവുമില്ല. അടിയന്തരമായിട്ട് അത് പിൻവലിക്കണം. ആ പിടിച്ചു വെച്ച, ആ മോഷ്ടിച്ച, കൊള്ളയടിച്ച പണം തിരിച്ച് അടിയന്തരമായ ആശമാർക്ക് തിരിച്ചു കൊടുക്കണം. 116 രൂപയ്ക്ക് പണിയെടുത്തോ എന്ന് പാവപ്പെട്ട സ്ത്രീകളോട് കൽപ്പിക്കുന്നത് ഒരു തൊഴിലാളികളുടെ ഗവൺമെൻറ്റാണോ? അത്ഭുതം തോന്നുകയാണ്. എങ്ങനെ തോന്നുന്നു? നിങ്ങൾ 233 രൂപയ്ക്ക് പണി നിങ്ങൾക്ക് തരുന്നില്ല, 116 രൂപ നിങ്ങൾക്ക് തരുന്നുള്ളൂ. വേണമെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ കാണാം. പകപോക്കൽ കാണുകയാണ്. സമരത്തിന് വരുന്ന ആശമാരുടെ പകപോക്കൽ അടക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ കേസാണ് ഈ വിഷയത്തിൽ. എന്തൊക്കെയാണ് കോടതി കൊണ്ട് ഹാജരാക്കുന്നത്? അത്ഭുതം തോന്നുകയാണ്. NHM അറിയാവുന്ന കാര്യം പോലും അവിടെ കൊടുക്കാനില്ല. അതുകൊണ്ട് വളരെ വളരെ കഷ്ടമാണ്. ദയവേത് നിങ്ങൾ തൊഴിലാളികളുടെ പേര് പറയുമ്പോൾ തൊഴിലാളികളോടൊരു അനുഭാവം വേണം, ഒരു കൂറ് വേണം, ഒരു ഇടതുപക്ഷ മനോഭാവം വേണം, ഒരു സ്ത്രീപക്ഷ മനോഭാവം ഇനിയെങ്കിലും കാട്ടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അല്ല, അദ്ദേഹത്തോട് പറയാനുള്ള ഈ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി സ്കൂൾ പാചക തൊഴിലാളികളുമായിട്ടൊരു പ്രതിനിധികളുമായിട്ട് ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയുടെ ഫലം എന്താണ്? 21,000 രൂപ മിനിമം വേതനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടല്ലല്ലോ കൊടുക്കാന്ന് പറഞ്ഞാൽ 21,000 രൂപ കൊടുക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ വെറും ഇനി ഇങ്ങനെ പറയരുത്. കഴിഞ്ഞ 6 മാസമായി കേരളം മാത്രമല്ല ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടും കേട്ടും ചർച്ച ചെയ്ത് കൊടുത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇൻസെൻറ്റീവും ഓണറേറിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതാരാണ് തരേണ്ടുന്നത്, എവിടെയാണ് സമരം ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇനിയും ഇങ്ങനെയുള്ള ചോദ്യവുമായിട്ട് നടക്കരുത്. ഈ പറഞ്ഞതുപോലെ തന്നെ 3 മാസം മുൻപാണ്, മെയ് മാസത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. മെയ് 12-ലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് 3 മാസം ആവാറെ. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ MK പ്രേമചന്ദ്രൻ MP അടക്കമുള്ള ആളുകൾ നമുക്കിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യം പറയേണ്ടിടത്ത് പോയി പറഞ്ഞ് അത് ചോദിച്ച് വാങ്ങി ഉത്തരം വാങ്ങി വന്ന് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അദ്ദേഹം നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വിളിച്ചിരുന്നു. അവിടുന്ന് എന്താണ് അതിൻ്റെ അപ്ഡേറ്റ്സ് എന്നുള്ളത് അദ്ദേഹം ഹരിത B. കുമാറിൻ്റെ അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, ഏപ്രിൽ 4-നാണ്
ഈ പ്രഖ്യാപനം ഞങ്ങൾ മന്ത്രിയായിട്ട് നടത്തിയ ചർച്ചയിൽ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ വെച്ച് 3 മാസത്തിനുള്ളിൽ പഠനം നടത്തി റിപ്പോർട്ട് വാങ്ങിയിട്ട് പടിപടിയായിട്ട് വേതനം വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് 1 മാസമാക്കി കുറച്ചു തരാമോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കാണുന്നത് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്തായാലും ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞ മാസം 30-ാം തീയതി ജൂൺ 30-ന് അതിൻ്റെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഹിയറിംഗ് ഞങ്ങൾ പോയി കൊടുത്തു. ഈ സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് 12 ആകുമ്പോഴത്തേക്ക് 3 മാസം പൂർത്തിയാകുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടുന്നതാണ്. കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. തൊഴിലാളിയായിട്ട് അംഗീകരിച്ചോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. ഈ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് മിനിറ്റ്സിൽ ഞങ്ങൾക്കുള്ള ഓണറേറിയ വർധനവ് കേന്ദ്ര ഗവൺമെന്റ് വെച്ചിട്ട് ഈ 3 മാസം വരെ പൂഴ്ത്തിവെക്കുകയാണ് ഈ കേരളത്തിന്റെ സർക്കാർ ചെയ്തത്. കേരള സർക്കാർ ജനങ്ങളുടെ കാവൽക്കാരാണ്. ഈ കാവൽക്കാർ ഈ തൊഴിലാളികളെ ഇതേ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഒരു മറുപടി ജനങ്ങളിൽ നിന്നൊരു മറുപടി ഞങ്ങളായിട്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളെ അടുത്ത ദിവസങ്ങളിൽ ഈ മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 3 മാസം വരെ ഈ സർക്കാർ ഇത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. ഇതുവരെയും അത് ഔട്ടാക്കിയിട്ടില്ല. അവസാനം പ്രേമചന്ദ്രൻ എംപിയുടെ ആ ഒരു ഊഷ്മളമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ 3 മാസമായ എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്ന യൂണിയൻകാരുടെ അടുത്ത് ഞങ്ങൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഇതാണോ ജനങ്ങളുടെ കാവൽക്കാരൻ മുഖ്യമന്ത്രി? ഇതാണോ കേരള സർക്കാർ?